നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെയുള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്തവരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇത് പറയാൻ കാരണം നിങ്ങളുടെ ഫോണിനകത്ത് കാൽക്കുലേറ്റർ, ടോർച്ച് പോലെയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്തവരാണ് എങ്കിൽ നിങ്ങൾ കാണുന്നതിന് മുമ്പേ ബാങ്കുകളിൽ നിന്ന് വരുന്ന OTPകളും സുരക്ഷാ കോഡുകളും അവർ അടിച്ചു മാറ്റി കൊണ്ടുപോകും. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ തന്നെയാണ്. ഓരോ ആപ്ലിക്കേഷനുകൾക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷനാണ് ഇത് അവർക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകുന്നത്. ചിലപ്പോൾ നമ്മളതൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഈ ഒരു പെർമിഷൻസുകളൊക്കെ അലോ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 ഹിഡൻ സെറ്റിംഗ്സുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ സെറ്റിംഗ്സുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളും നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTPകളും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകൾ വായിക്കാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ ഏതെല്ലാമാണെന്ന് ആദ്യമായിട്ട് നോക്കാം. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ചില ഫോണുകളിൽ സെക്യൂരിറ്റി വേറെയും അതുപോലെ തന്നെ പ്രൈവസി വേറെയും രണ്ട് സെറ്റിങ്സുകളായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ സാംസങ് ഫോണുകളിലൊക്കെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മോർ പ്രൈവസി സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ചില ഫോണുകളിൽ പ്രൈവസി സെറ്റിങ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ മോർ പ്രൈവസി സെറ്റിങ്സ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പെർമിഷൻ മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസുകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഏതെല്ലാം ആപ്ലിക്കേഷൻസിൽ എന്തെല്ലാം പെർമിഷൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ക്യാമറ, അതുപോലെ ലൊക്കേഷന്, മൈക്രോഫോണ്, എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. നോട്ടിഫിക്കേഷന്, ഫോണ്, ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. അപ്പോൾ ഏതെല്ലാം ആപ്ലിക്കേഷൻസിന് ഏതെല്ലാം പെർമിഷൻസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ വന്നാലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ നമ്മൾ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് SMS എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏതെല്ലാം ആപ്ലിക്കേഷൻസുകൾക്ക് നമ്മൾക്ക് വരുന്ന SMSകൾ വായിക്കാനുള്ള പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻസുകൾ നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കണം. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും കാൽക്കുലേറ്റർ, ടോർച്ച്, കാർ ഗെയിം പോലെയുള്ള ഏതെങ്കിലും ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസുകൾക്ക് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെർമിഷൻ വേണ്ടാത്ത സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ അലോ എന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങളിവിടെ ഡോൺ അലോ എന്നതിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർമിഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. നമുക്കറിയാം എല്ലാ ആപ്ലിക്കേഷൻസുകളും SMS വായിക്കാനുള്ള പെർമിഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ആപ്ലിക്കേഷൻസുകൾ അതുപോലെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനൊക്കെ നിങ്ങൾ ഡോൺ അലോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റുക. നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ് ഇത്. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകളിൽ നമ്മുടെ ഗൂഗിളിന് ചില പ്രത്യേക സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മൾക്ക് വരുന്ന SMSകൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ OTP സ്വന്തമായി വായിച്ചെടുക്കാനും ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ആപ്ലിക്കേഷൻസുകൾക്ക് നൽകാനും നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ തന്നെ സഹായിക്കും. സംഭവം കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും ഇത് എല്ലാ വിഷയങ്ങളിലും അത്ര സുരക്ഷിതമല്ല. അപ്പോൾ ഗൂഗിളിനകത്തുള്ള ആ ഒരു അനുമതി എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് അതിന് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ സർവീസ് കാണാൻ വേണ്ടി സാധിക്കും. ചില ഫോണുകളിൽ ഗൂഗിൾ എന്ന് തന്നെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഗൂഗിൾ സർവീസ് എന്നതിൽ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഓൾ സർവീസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ താഴേക്ക് വരാം. ഇവിടെ നമുക്ക് SMS വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് SMS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ആയിക്കൊണ്ട് വെരിഫിക്കേഷൻ കോഡ് ബൈ SMS എന്ന് കണ്ടില്ലേ, ഇതുപോലെയുള്ള ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് ബൈ SMS എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻസുകൾ ഇവിടെ ഓൺ ആയി കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് SMSകൾ വെരിഫൈ ചെയ്യേണ്ട എങ്കിൽ നിങ്ങൾ ഈ 2 ഓപ്ഷനും എന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വരുന്ന SMSകൾ നിങ്ങൾക്ക് എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ SMS വെരിഫൈ ആവും. ഇനി നമുക്ക് മൂന്നാമത്തെ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. ചില ആപ്പുകൾക്ക്, നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ചില ആപ്ലിക്കേഷൻസുകൾക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്ന SMSകൾ അത് വായിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. കാരണം നമുക്ക് OTP വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് മുകളിൽ വരുന്ന ആ ഒരു OTP കണ്ടാൽ മാത്രം മതി. അത് വെരിഫിക്കേഷൻ ആയിട്ട് അവർക്ക് ലഭിക്കും. ആ ഒരു സെറ്റിങ്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നമുക്ക് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ആപ്സ് എന്ന സെറ്റിങ്സ്, ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് ഇവിടെ നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സ്പെഷ്യൽ ആക്സസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്ന് സെർച്ച് ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഓപ്പൺ ചെയ്യുക.
ഇവിടെ നമുക്ക് ചില ഫോണുകളിൽ ഡിവൈസ് ആൻഡ് ആപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ സാംസങ് ഫോണുകളിൽ നോട്ടിഫിക്കേഷൻ ആക്സസ് എന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ ഏതെല്ലാം നോട്ടിഫിക്കേഷനാണ് ആക്സസ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ ആക്സസിനകത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് വെക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുന്ന സമയത്ത് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന SMS നമുക്ക് ലഭിക്കണമെങ്കിൽ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഒന്നും നമ്മൾ ഓഫ് ചെയ്ത് വെക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻസുകളാണ് എങ്കിൽ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സിനകത്ത് പോയിട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും നിങ്ങളുടെ OTPകളും ഒക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് സേഫ് ആക്കി വെക്കാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.